ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ. സോ ആദ്യ എപ്പിസോഡിനെ പറ്റിയൊക്കെ നമ്മൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആദ്യത്തെ എപ്പിസോഡിൽ നടന്ന ഒരു ചെറിയ ഫൈറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യ ടാസ്ക് എന്ന് പറയുന്നത് 40 മത്സരാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. 2 സൈഡിലായിട്ടാണ് സെറ്റപ്പ് ചെയ്തിരുന്നത്. ഒരു സൈഡിൽ കുറെ പൂട്ടുകളും അതിനോടൊപ്പം ടാഗുകളും ഉണ്ടാകും. ആ ടാഗിനകത്തൊരു ക്ലൂ കാണും. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറെ താക്കോലുകളും ഉണ്ടാവും. അവിടെയും ഒരു ക്ലൂ കാണുന്നുണ്ടാവും. പക്ഷെ ഇവിടെയാണ് ടെസ്റ്റ്. ഈ ടാസ്കിൽ 20 പേർക്ക് മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ. കാരണം അവിടെ ആകെ 20 പൂട്ടും താക്കോലുമാണ് ഉള്ളത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിശ്ചിത സമയത്തിനുള്ളിൽ ക്ലൂ അടങ്ങിയിരിക്കുന്ന ശരിയായ താക്കോൽ കണ്ടുപിടിച്ച് പൂട്ട് തുറക്കണം. കാരണം അവിടെ ഒരുപാട് താക്കോലുകൾ ഉണ്ടാവും. പക്ഷേ എല്ലാ താക്കോലിലും ആവശ്യമായ ക്ലൂ ഉണ്ടാകണമെന്നില്ല. അതിനാൽ കുറച്ച് ലക്കും കുറച്ച് സ്പീഡും അതോടൊപ്പം നല്ല കോൺസെൻട്രേഷനും ആവശ്യമായ ഒരു ടാസ്കാണിത്. ആദ്യത്തെ ടാസ്ക് എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ഒരു ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിന്റെ ഇടയിലാണ് ശരിക്കും പാനിക് തുടങ്ങുന്നത്. കാരണം എത്രയും പെട്ടെന്ന് താക്കോൽ കളക്ട് ചെയ്യണം, അതിൽ ശരിയായ ക്ലൂ ഉണ്ടാകണം. ആ ക്ലൂ ഉപയോഗിച്ച് അപ്പുറത്ത് പോയി അവിടെയുള്ള ക്ലൂ കൂടി നോക്കിയതിന് ശേഷം മാത്രമേ കറക്റ്റായ പൂട്ട് കണ്ടെത്തി അത് തുറക്കാൻ കഴിയൂ. അങ്ങനെയുള്ള ഒരു ടാസ്കിനിടയിലാണ് ചെറിയൊരു ഫൈറ്റ് സംഭവിക്കുന്നത്. വേറൊന്നുമല്ല, കുറേ ആളുകൾ ആദ്യമേ തന്നെ ശരിയായ താക്കോൽ കളക്ട് ചെയ്തുവന്ന് പൂട്ട് തുറന്ന് വിജയിച്ചു പോയി. അതിനിടയിലാണ് പൂജ എന്ന മത്സരാർത്ഥിയുടെ ഭാഗത്തൊരു സംഭവം നടക്കുന്നത്. പൂജയ്ക്ക് കാർഡും കിട്ടി, താക്കോലും കിട്ടി, ക്ലൂവും കിട്ടി, പൂട്ട് വരെ കിട്ടി. പക്ഷേ ആ പൂട്ട് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പൂജയെ അറിയാവുന്ന മറ്റൊരു മത്സരാർത്ഥി നൈസായിട്ട് താക്കോൽ അങ്ങ് വാങ്ങി. എന്നിട്ട് പുള്ളി തന്നെ പൂട്ട് തുറക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പുള്ളിയുടെ കയ്യിൽ ക്ലൂവുമില്ല, കാർഡുമില്ല. പക്ഷേ പൂട്ട് ഏതാണെന്ന് മനസ്സിലായി, താക്കോൽ കയ്യിലുണ്ട്. അതായത് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അഗ്നിപരീക്ഷയിൽ ബിഗ് ബോസ് ലെവൽ ഗെയിം കളിക്കാൻ നോക്കിയതാണ് മൂപ്പര്. പക്ഷേ പിന്നീട് നമ്മുടെ അവതാരകയായ റെനീഷ ഇടപെട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തുകയായിരുന്നു. ഇതിനിടയിൽ പൂജ ഭയങ്കര സീരിയസ് ആയിട്ടാണ് കളിച്ചത്. സത്യത്തിൽ പറയുകയാണെങ്കിൽ ആ പൂട്ടും താക്കോലും കിട്ടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ പൂജ അവിടെ സത്യാഗ്രഹം ഇരിക്കുമോ എന്ന് വരെ തോന്നിപ്പോയ നിമിഷമാണ്. അമ്മാതിരി സീരിയസ് സീനായിരുന്നു അവിടെ നടന്നത്. എന്തായാലും ഈ സംഭവം കറക്റ്റായിട്ട് എപ്പിസോഡിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഒടുവിൽ റെനീഷ ഇടപെട്ടതോടെ ആദ്യ ദിവസം തന്നെ വലിയൊരു കലഹം ആളിക്കത്തുന്നതിൽ നിന്ന് നമ്മുടെ അഗ്നിപരീക്ഷ വേദിയെ രക്ഷിക്കാൻ കഴിഞ്ഞുവെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കഥ അവിടെയും തീർന്നില്ല. ഒടുവിൽ പൂജയെ വിജയിച്ചതായിട്ടാണ് കണക്കാക്കിയത്. കാരണം അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ താക്കോൽ ഉപയോഗിച്ച് പൂട്ട് തുറക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരുപാട് പേർ അത് തുറക്കാൻ ട്രൈ ചെയ്തതുകൊണ്ട് ഒരുപക്ഷെ ആ പൂട്ട് ജാം ആയി പോയതായിരിക്കാം എന്നാണ് കരുതുന്നത്. എന്തായാലും പൂജയും ആ 20 പേരിൽ ഒരാളായി ആദ്യത്തെ ടാസ്ക് വിജയിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് ഡേയിൽ തന്നെ ഫസ്റ്റ് ടാസ്കിനിടയിൽ തന്നെ ഫസ്റ്റ് ഫൈറ്റ് സംഭവിച്ചു കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ അഗ്നിപരീക്ഷ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കാണേണ്ടത് തന്നെയാണ്. എന്തായാലും കൂടുതൽ ബിഗ് ബോസ് അഗ്നിപരീക്ഷ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.